ഇതൊരു 5 യൂണിറ്റുള്ള അപ്പാർട്ട്മെൻറ്റ് ബിൽഡിംഗ് ആണ്. നമ്മളിതിൻ്റെ ലെയറൊക്കെ കൊടുത്ത് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു യൂണിറ്റാണ് വരുന്നത്. അത് നമ്മളിവിടെ ഫ്ലോർ 0 യൂണിറ്റ് 1 ആയിട്ടും, അതുപോലെ ഫസ്റ്റ് ഫ്ലോറിൽ വരുന്ന ഫ്ലോർ 1 യൂണിറ്റ് 1 ആയിട്ടും, ഫ്ലോർ 1 യൂണിറ്റ് 2 ആയിട്ടും, അതുപോലെ സെക്കൻഡ് ഫ്ലോറിൽ ഇത് യൂണിറ്റ് 1 ആയിട്ടും ഇത് യൂണിറ്റ് 2 ആയിട്ടും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന് സ്കൂട്ടനിങ് ചെയ്ത് കാണിക്കാം. ഇപ്പോൾ ഇത് സ്കൂട്ടനിങ് ആക്സെപ്റ്റ് ആയിട്ടുണ്ട്. പക്ഷേ ഇതിലൊരു പ്രശ്നമുണ്ട്. അതായത് ഇവിടെ യൂണിറ്റ് ഡീറ്റെയിലിൽ നമ്മൾ വന്ന് നോക്കിയാൽ യൂണിറ്റ് നമ്പർ 2 ആയിട്ടാണ് കാണിക്കുന്നത്. 2 യൂണിറ്റേ ഉള്ളൂ എന്ന രീതിയിലാണ് ഇത് കാണിക്കുന്നത്. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പാർക്കിംഗ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് ചിലപ്പോൾ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. കംപ്ലീഷൻ പ്ലാൻ കൊടുക്കുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ അത് ശ്രദ്ധയിൽപ്പെടുക. അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണെന്നുള്ളത് കൂടെ ഒന്ന് നോക്കാം. അതായത് നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ ഫസ്റ്റ് യൂണിറ്റ് കാണിച്ചു. പിന്നെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുന്ന സമയത്ത് ഇത് ഫസ്റ്റ് ഫ്ലോറിലെ 1 ആയിട്ടല്ല കാണിക്കേണ്ടത്, ഫസ്റ്റ് ഫ്ലോറിലെ 2 ആയിട്ടാണ് കാണിക്കേണ്ടത്. 2, 3, ഇത് സെക്കൻഡ് ഫ്ലോറിലെ 4, 5 ഇങ്ങനെയാണ് ഇത് കാണിക്കേണ്ടത്. നമ്മൾ ലെയർ മെട്രിക്സിലേക്ക് വരുന്ന സമയത്ത് പ്ലാൻ എന്നുള്ള ഭാഗത്ത് അടിയിലേക്കായിട്ട് സ്പെഷ്യൽ പ്രൊവിഷൻസിൽ കാണാം ഈ യൂണിറ്റ് എഫ് എന്ന് പറഞ്ഞ ഈ ഭാഗം കാണാം. ഇതിൽ ഫ്ലോർ 0-ൽ 1, 2, 3 വരെയാണ് ഉള്ളത്. നമുക്ക് 4ഉം 5ഉം വരുന്നുണ്ട്. അത് ഞാൻ അഡീഷണലി ആഡ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഫയൽ വെച്ചിട്ട് ഞാൻ ഒന്നും കൂടെ സ്കൂട്ടനിങ് ചെയ്ത് കാണിക്കാം. ഇത് ഓൾറെഡി മാറ്റം വരുത്തി വെച്ചൊരു ഫയലാണ്. അതായത് ഇത് ഫസ്റ്റ് ഫ്ലോറാണ്. ഫസ്റ്റ് ഫ്ലോറിൽ നമ്മളിത് യൂണിറ്റ് 2 ആയിട്ടും ഇത് യൂണിറ്റ് 3 ആയിട്ടുമാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഇത് സെക്കൻഡ് ഫ്ലോറിൽ യൂണിറ്റ് 4 ആയിട്ടും ഇത് യൂണിറ്റ് 5 ആയിട്ടുമാണ് കൊടുത്തിട്ടുള്ളത്. ഇത് യൂണിറ്റ് 4ഉം 5ഉം ഒന്നും നമുക്ക് ലെയർ മെട്രിക്സിൽ ലെയർ ആയിട്ടില്ല. അപ്പോൾ അതെങ്ങനെയാണ് ആഡ് ചെയ്യുക എന്നുള്ളത് ഞാൻ പിന്നീട് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഇപ്പോൾ ഇത് സ്കൂട്ടനിങ് ചെയ്ത് കാണിക്കാം. ഇപ്പോൾ നമ്പർ ഓഫ് യൂണിറ്റ്സ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെയാണത് കറക്റ്റ് ചെയ്യേണ്ടത്.